2,000 years later. What's up gamers, welcome back to next horror game guys. നമ്മുടെ നൈറ്റ്മെയർ ഫയൽസിൻ്റെ നമ്മുടെ പുതിയ ഗെയിമായിട്ടുള്ള ക്ലാപ്പ് ആണ് ഗൈസ്. കുറച്ച് നാളായി ഇറങ്ങിയിട്ട്. അപ്പോൾ നമുക്ക് ക്ലാപ്പ് കളിക്കാൻ പോകാം ഗൈസ്. അത് ഇത്തിരി ഹൊററാണ്. നിങ്ങൾ ഹെഡ്സെറ്റ് വെച്ച് കാണുക ഗൈസ്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിറ്റിയും അതിൻ്റെ ഒരു ഒറിജിനാലിറ്റിയും കിട്ടാൻ വേണ്ടിയാണ് ഗൈസ് അങ്ങനെ കളിക്കാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് കളി കാണാം ഗൈസ്. ലെറ്റ്സ് ഗോ ഗൈസ്. വാട്സ്ആപ്പ് ഗേമേഴ്സ്, വെൽക്കം ബാക്ക് ടു ക്ലാപ്പ് നൈറ്റ്മെയർ ഫയൽസിൻ്റെ ക്ലാപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതൊരു ഹൊറർ ഗെയിമാണ് ഗൈസ്. എല്ലാവരും ഒന്ന് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക. ഉള്ളതെല്ലാം ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ ഗൈസ്, ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മൾ ഗെയിമിലേക്ക് വന്നിട്ടുണ്ട് ഗൈസ്. സൗണ്ടും നമ്മുടെ മ്യൂസിക് വോളിയവും SFX വോളിയം ഒന്ന് കൂട്ടിയിട്ടേക്കാം. അതിൻ്റെ ഒരു എഫക്റ്റ് ഇട്ടേ ഗൈസ്. നമ്മുടെ ഗെയിമിലേക്ക് വേണം. October 18, 1984, I saw an ad in the newspaper about a house-sitting job. Since I was short and cash, I decided to sign up. Oh guys, സ്ഥലം അടിപൊളിയാണ് ഗൈസ്. ഗ്രാഫിക്സ് ഒക്കെ അടിപൊളിയാണ്. നെയ്ബർഹുഡ് ആണെന്നാണ് പറയുന്നത്. ഫൈൻഡ് മാക്സിംസ് ഹൗസ് എന്നാണ് പറഞ്ഞേക്കുന്നത് ഗൈസ്. ഒരു വീട് കാണാം, ഒരാളെ കാണാം ഗൈസ്. അയാളെന്താണ് കാണിക്കുന്നത്? എക്സ്ക്യൂസ് മീ, ഐ ട്രൈ ടു ഫൈൻഡ് ദ ഹൗസ് സ്ട്രീറ്റ്, ക്യാൻ യു ഹെൽപ്പ് മീ ഔട്ട് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓ ഗൈസ്, ഷുവർ, വിച്ച് ഹൗസ് ആർ യു ലുക്കിംഗ് ഫോർ? നിങ്ങൾ ഏത് ഹൗസാണ് തിരയുന്നതാണ് ചോദിക്കുന്നത്. ഐ ആം ലുക്കിംഗ് ഫോർ മാക്സിംസ് പ്ലേസ്. ഹി ഹേഡ് മീ ടു ലുക്ക് ആഫ്റ്റർ ഇറ്റ് വൈൽ ഹീസ് എവേ. ഓ ഗൈസ്, അയാൾ എന്താ ഗൈസ്, മാക്സിം പ്ലേസാണ് നമ്മൾ, അതായത് അയാളുടെ വീട് ഇവിടെയാണെന്നാണ് അയാൾ പറയുന്നത്. സോറി ഗൈസ്, നമ്മളാണ് പറയുന്നത്. വീട് എവിടെയാണെന്ന് ചോദിക്കുന്നത്. ഇപ്പോൾ മാക്സിംസ്, ദാറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. ഹീ യൂഷ്വലി ആസ്ക്സ് മീ ടു വാച്ച് ഹിസ് പ്ലേസ്. ഓക്കെ ഗൈസ്, ഐ ആം മാർക്കോ ബോട്ടോവിസ്കിയോ. By the way, nice to meet you, Marco. Can you tell me where his house is? അയാളുടെ വീട്ടിലാണ് ചോദിക്കുന്നത്. Of course, it 2 houses down, mine right here. Our neighbor Savo in the middle and Maxim's place, you can miss it. Oh guys, Savo ആണ് ആ മിഡിലിൽ കാണുന്ന വീട്. ഇത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ വീടെന്നാണ് പറഞ്ഞേക്കുന്നത് ഗൈസ്. നടുക്ക് കാണുന്ന സാവോ എന്ന് പറയുന്ന ആളുടെ വീടാണ്. Okay, that sounds interesting. Well, it's supposed to make all Asia, lights, temperature, even to security system, pretty cool stuff. This English is beautiful the day, and why can it get a part? Wow, that does sound. Oh guys, ഇയാളുടെ കയ്യിരിക്കുന്ന സാധനം കണ്ടോ? അത് സൗണ്ടില്ലേ, കൺവിൻസ് ചെയ്യുവാണെന്ന് പറഞ്ഞേക്കുന്നത്. ക്ലാപ്പ് എന്നാണ് ആ പെട്ടി എഴുതിയിരിക്കുന്നത് ഗൈസ്. നമ്മൾ അടിച്ചു വിട്ടിട്ടുണ്ട് ഗൈസ്. അല്ലാതെ 2 വാചോട് പറയാൻ വന്നത് നമ്മൾ അടിച്ചു വിട്ടിട്ടുണ്ട്. ഇയാളെന്തും ഇല്ല, കോരിക്കടിക്കുന്നതാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഊരിലപ്പുറത്താടുന്ന വീടാണ് നമ്മുടെ വീട്. നമ്മളെ ജോലിക്ക് പറഞ്ഞു വിടാനുള്ള വീട്. ഈ നടുക്ക് കാണുന്ന വീടാണ് സാബോയുടെ വീട്.
ഓ ഗൈസ് ദാറ്റ് എത്തിയിട്ടുണ്ട്. ദസ് മസ്റ്റ് ഇറ്റ് ബി. ഓ ഗൈസ് വീട് ലോക്കാണ്, ബാക്ക് യാർഡി ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. ഐ ഷുഡ് ഗോ ആൻഡ് ചെക്ക്. ഫൈൻഡ് ദ കീ ഇൻ ദ ബാക്ക് യാർഡ്. I think they said they put it. ഓ വായിക്കാൻ പറ്റില്ല. they are they. ഇത് വായിക്കാൻ പറ്റത്തില്ല, പറന്നങ്ങ് പോവുക. ഗൈസ് അൺലോക്ക് ദ ഫ്രണ്ട് ഡോർ. താക്കോൽ ഇട്ടിട്ടുണ്ട്. ഈ സ്ഥലം കണ്ടിട്ട് എന്നെ പേടിയാവുന്നു. ഡോർ തുറക്കാം ഗൈസ്. താക്കോൽ എടുത്തില്ലേ? ഇങ്ങോട്ട് തുറന്നു വരുന്നില്ലല്ലേ? ഗൈസ് കുറെ നേരമായി ഇത് തുറക്കാതെ നോക്കുന്നത് ഗൈസ്. ഇതെന്താ തുറന്നു വരുന്നില്ല? മൗസ് ഇട്ട് ഞാൻ അനക്കുക ഗൈസ്. ഗൈസ് നോക്കട്ടെ ഗൈസ്. ഇത് കുറേ നേരം ചെയ്താൽ ഞെക്കിയപ്പോൾ ഇതാ വന്ന് ഗൈസ്. അത് റൈറ്റ് ബട്ടൺ അല്ലായിരുന്നു, ലെഫ്റ്റ് ബട്ടൺ ആയിരുന്നു ഞെക്കേണ്ടത്. റൈറ്റ് ബട്ടൺ കുറേ ആയിട്ടോട്ട് ഞെക്കുക ഗൈസ്. ഗൈസ് അതെങ്ങനെ ഗൈസ്? വെൽ ദാറ്റ് വെൽക്കമിങ്. They did say it was a smart house. ഓ ഗൈസ് മാർക്കോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു സ്മാർട്ട് ഹൗസ് ആയിരുന്നെന്ന്. ചെക്ക് ദ മെയിൽ ബോക്സ്, വാട്ടർ ദ പ്ലാന്റ്സ്, ത്രോ ഔട്ട് ദി ഗ്രാഷ്. ഇത്ര നമ്മൾ ട്രാഷ് ഗൈസ്, അത് നമ്മളെ വേസ്റ്റ് ഔട്ട് കളയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്യൂ ടു ടോഗിൾ ദ ലൈറ്റ്സ് ഓൺ ഓഫ്. ക്യൂ ഞെക്കുവാണെങ്കിൽ ഗൈസ് ലൈറ്റ് ഓൺ ആവുകയും ഓഫ് ആവുകയും ചെയ്യുകയെന്ന് പറഞ്ഞിരിക്കുന്നത്. PSS once finished, help yourself the food in the kitchen. ഓ ഗൈസ് ഇതെല്ലാം കഴിയുമ്പോൾ നമ്മുടെ ഫുഡ് ഇവിടെ വെച്ചേക്കുമെന്നാണ് പറഞ്ഞത്. കാരണം ഈ സീരിയൽ കണ്ടോ ഗൈസ്, അവിടെ ടേബിളിൽ ഇരിക്കുന്നത് അതാണ്. ഐ ഷുഡ് ടേക്ക് ദ ടൂർ, ചെക്ക് ഔട്ട് ദ റൂംസ്. ഗൈസ് എല്ലാ റൂം ചെക്ക് ചെയ്ത് നോക്കാം. ക്യൂ ഞെക്കണം ഗൈസ്. ക്യൂ ഞെക്കി കഴിഞ്ഞ് ടപ്പോന്ന് എഴുതുന്നുണ്ടോ ഗൈസ്? ആണ് ഗൈസ്, കണ്ട കൈ കൊട്ടുന്നുണ്ട് ഗൈസ്. ക്യൂ ഞെക്കുകയാണെങ്കിൽ ഡോർ തുറക്കും ഗൈസ്. അപ്പോൾ അതാണ്ട് ക്യൂ ഞെക്കുവാണെങ്കിൽ കൈ അടിക്കും. ക്യൂ ഞെക്കുവാണെങ്കിൽ കൈ അടിക്കും ഗൈസ്. ആണെങ്കിലേ ക്യൂ ഞെക്കിയാൽ മതിയല്ലേ, നമ്മൾ സിനിമ തിയേറ്ററിൽ പോയിട്ട് ക്യൂ ഞെക്കിയാൽ മതി. ടപ്പോ ഇതില്ല എല്ലാ മറ്റേതുണ്ടല്ലോ അഡ്വർടൈസ്മെൻറ്റിൽ അതോടെ ചപ്പ കട കൊതൂരടിക്കാൻ വേണ്ടി കൈ അടിക്കുന്നതാണ് ഗൈസ്. കണ്ടോ ക്യൂ അടിക്കുമ്പോൾ ഇതാണ് കൈ കൊട്ടും ഗൈസ്. എല്ലാ റൂമിലും ചെക്ക് ചെയ്യണം ഗൈസ്. ഗൈസ് പൂളി റൂം ഗൈസ്, നമ്മുടെ റൂമല്ല, അത് വേറെ റൂമാണ്. നമ്മുടെ റൂമാണ് കിടക്കുന്ന റൂമാണ് ഗൈസ്, അകത്താണ് ഗൈസ്. ഡു നോട്ട് ഫൈൻഡ് ഔട്ട് ദ ഗ്രാം ഇൻ ഇമെയിൽ. ഓ ഗൈസ് ഇമെയിലും ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു നമ്മളടുത്ത്. ഇമെയിൽ ചെക്ക് ചെയ്തിട്ട് വരാം ഗൈസ്. ഗൈസ് അടിപൊളി ഹൊറർ ഗെയിമാണ് ഗൈസ് ഇത്. നമ്മൾ കാണുന്നതൊന്നല്ല, ഇപ്പോൾ കാണുന്നതൊന്നല്ലത്. നമ്മുടെ കളിയുടെ ഗതി മാറുന്ന വേറെ വഴിക്കാണ് ഗൈസ്. WASD ഞെക്കുമ്പോഴാണ് ഗൈസ് നടക്കാൻ കഴിയുന്നത്. അപ്പോൾ പ്ലീസ് സാമ്യ. ഓ ഗൈസ് മിസ്സിങ് ഹൗസ് സിറ്റർ, അതായത് നമ്മളും ഒരു ഹൗസ് സിറ്റർ അല്ലേ ഗൈസ്. ഇപ്പോൾ തന്നെ ഒന്ന് പേടിയായി തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ആൾറൈറ്റ് വിളിച്ചോളൂ. കൊള്ളാം. ഹൗ ബി എ മിസ്റ്റീരിയസ് കില്ലർ. ഇരിക്കുന്ന ബുക്ക് കൊള്ളാം ഗൈസ്. ദിസ് ഈസ് ലുക്കിംഗ് ഫോർ എ ഹോണ്ടഡ് ഹൗസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഗൈസ്. ശരിക്കും ഒരു ഹോണ്ടഡ് ഹൗസ് ആണ് ഗൈസ്. ആ ട്രാഷ് കിടക്കുന്നുണ്ടൊരു എല്ല് കഷ്ണം. അപ്പോൾ ഗൈസ് ഇത് ട്രാജഡിയാണ് ഗൈസ്. ഇത് വെറും ട്രാജഡി അല്ല, ആൾക്കാരെ കൊല്ലാൻ പോകുന്ന ട്രാജഡി ഗൈസ്. നമ്മുടെ അടുത്ത് പറഞ്ഞത് വാട്ടറിങ് ടു പ്ലാന്റ്സ് എന്നാണ്. ഇവിടെ വാട്ടർ ഒഴിക്കാൻ മറ്റേ കണ്ടൻസ് ഒന്നും കാണുന്നില്ലല്ലോ ഗൈസ്. നമുക്ക് തിരയണമെന്നാണ് തോന്നുന്നത്. നമുക്ക് തിരയാം ഗൈസ്.
ഗൈസ് 100 അല്ലേ അതൊക്കെ എടുത്ത് എറിയാം ഗൈസ്. ഇതായിട്ടാണ് വാട്ടർ ഉപയോഗിക്കാനുള്ള നമ്മളെ ക്യാൻ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കാൻ പോകണം. കളിയുടെ ഗതിയൊക്കെ മാറാൻ പോകുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത്. അറിയാൻ വയ്യ ഗൈസ്. ഈ ഹൊറർ ഗെയിം നമ്മൾ ആദ്യമായിട്ടാണ് കളിക്കുന്നത്. അതാണ് ഗൈസ്. ഇതെന്തുവാണ് ഗൈസ്, ഇതിന്റെ കൺട്രോളിങ് വളരെ മോശം. തിരിക്കുമ്പോ ഗൈസ് കണ്ട വെള്ളം വീഴുമ്പോ കണ്ട ഗൈസ്, അതിന്റെ ആ വെള്ള വരാൻ അത് നിറയുന്നുണ്ടോ കുത്തനെ വെച്ച് ഒഴിക്കുകയാണ്. ഗൈസ് പറഞ്ഞിടക്ക് നിറച്ചില്ലല്ലോ ഗൈസ്. ഇനി അതുകൊണ്ടാണ് വെള്ളം വരാത്ത. ഗൈസ് ഇപ്പൊ വെള്ളം വരുന്നത് ഗൈസ്, ബട്ട് ഇതിനകത്ത് നമ്മൾ വെള്ളം നിറച്ചിട്ടില്ല. അമ്മ അതെല്ലാം ഹോളിന്റെ ഹൗസ് അറിഞ്ഞു. ആ ഗൈസ് വെള്ളം വീഴുന്നുണ്ട് കേട്ടോ ഗൈസ്, തറ വീഴുന്നുണ്ട് ഗൈസ്. ഗൈസ് 6 ഞെക്കി കഴിഞ്ഞാൽ റൊട്ടേറ്റ് ആവും ഗൈസ്. ഈ നമ്മുടെ ഈ സാധനം വരുന്നത് ഈ ക്യാൻ അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുന്ന സാധനമാണത്. റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് ഗൈസ്. ഇങ്ങനെയാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഗൈസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ വാൽവിൻ്റെ ആ സ്ഥലം വരുമ്പോൾ ആ വെള്ളം വരുന്നുണ്ട്. നമുക്ക് 5 സ്ഥലത്ത് വെള്ളം ഒഴിക്കാറുണ്ട്. ഈ കണക്കത്തെ 5 സ്ഥലത്ത്. അല്ലെങ്കിൽ ഇത് 3ാമത്തെ ആയിരുന്നു. ഇനി 4ാമത്തേനാണ് ഗൈസ്. നമുക്ക് വെള്ളം ഒഴിക്കാം ഗൈസ്. ഗൈസ് ഇത് സൗണ്ട് കേൾക്കുന്നില്ല ഗൈസ്, അതാരും നടക്കുന്നതിനകത്തെയാണല്ലോ ഗൈസ്. ഗൈസ് നിങ്ങളും കേട്ടില്ല ശബ്ദം ഗൈസ്. ഇനി 5ാമത്തേനാണ് വെള്ളം ഒഴിക്കാനുള്ളത്. വാട്ടറിങ് ദ പ്ലാന്റ്സ്, മെയിൽ ചെക്ക് ബോക്സ്, അതൊക്കെയായിരുന്നു നമുക്ക് ചെയ്യാനുണ്ടായിരുന്നത്. ഈ ട്രാഷ് ക്യാൻ കൊണ്ടിട്ട് ഇടണം നമ്മുടെ വേസ്റ്റ് ബാസ്ക്കറ്റിൽ. ഗൈസ് ഇപ്പോഴും ഒന്നും ശബ്ദം കേട്ടില്ലേ ഗൈസ്, അതൊന്നും മണി അടിക്കുന്നത് ഗൈസ്. ഇപ്പോൾ പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചേക്കാട്ടിയും വെയിറ്റ് ആണ് ഈ ട്രാഷ്, ഈ ഇതിന് ട്രാഷ് ഈ നമ്മുടെ കൈ. സ്റ്റോപ്പ് ഗൈസ്, ഇയാൾ പേടിപ്പിച്ചിട്ടാണ് നമ്മളെ സ്റ്റോപ്പ് പറയുന്നത്. ധരായത് കിടക്കുന്നതെന്ന് ചോദിക്കാം. അയാളേത് ഏജന്റാ? ഫെഡറൽ ഇൻവെസ്റ്റിഗേഷൻ വരവ്. ഐ നീഡ് ആസ്ക് യു ഫ്യൂ ക്വസ്റ്റ്യൻസ്. ഇയാൾ ക്വസ്റ്റ്യൻ ചോദിക്കാനാണ് വന്ന് ഈ ഇടയ്ക്കിട്ട് കയറിയത്. ഓ ഷുവർ, ചോദിക്കുന്നത് ചോദിക്കും. ഓ ഗൈസ് ഔട്ട് ട്രാഷിൽ എന്തോ യെല്ലോ കഷ്ണം കിടക്കുന്നത്. ഓ ഗൈസ് നെയ്ബർഹുഡിൽ എന്തോ വേസ്റ്റ് ബാസ്ക്കറ്റിൽ എന്തോ കിടക്കുന്നൊക്കെ പറഞ്ഞു. അതാണ് ചോദിക്കുന്നത്. ഗൈസ് നമ്മുടെ സോറി ഗൈസ്, നമ്മുടെ വേസ്റ്റ് ബാസ്ക്കറ്റിൽ വല്ല കിടപ്പുണ്ടോ അതോ നമ്മൾ പറയുന്നത് 100% നമ്മളെ ട്രാഷ് ക്യാനിലൊന്നും ഇല്ലെന്നാണ് പറയുന്നത്. നമ്മളൊന്ന് എടുത്തോട്ട് പോകണമെന്നാണ് ചോദിച്ചത് ഗൈസ്. അയാൾ തൊട്ട് നടത്ത് പോയിട്ട് നമ്മളൊന്നും അറിയാത്ത കണക്ക് അയാളെ പുറത്തോട്ട് ഇട്ടല്ലേ പുറകെ ഓടി ഓടി നമ്മൾ ത്രോ ചെയ്യുന്ന സാധനം കൊണ്ട് ഗൈസ് നമുക്ക് ത്രോ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട് ഇതിനകത്ത്. അവിടെ പുറത്തിടാൻ പറ്റുമോ നോക്കാം. നോക്കസ് എന്താ പകുതി വരാണ്ട് ഓയ്സ് അയളിച്ചത്ത് ഗൈസ്. എന്തോ ഗൈസ് സ്ട്രീറ്റ് ടു ജയിൽ. കൊള്ളാം. ഇത്രയും ചെയ്തിട്ട് നമ്മളിനി നേരെ ജയിലിലോട്ട് പോകുന്നതാണ് ഗൈസ്. അങ്ങനെ ആ അച്ചീവ്മെൻ്റ് എടുത്തിട്ടുണ്ട് ഗൈസ്. ഇതിനകത്ത് എത്ര അച്ചീവ്മെൻറ്റ് 3 അച്ചീവ്മെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു ഗൈസ്. ഞാൻ കുറേ പേർ ഗെയിം പ്ലേ കണ്ടിട്ടുണ്ട്. നമുക്ക് ആദ്യമായിട്ടാണ് PC-യിൽ കളിക്കാനുള്ളൊരു ചാൻസ് കിട്ടുന്നത്. ചാൻസ് കിട്ടിയത് മാത്രമല്ല, ഇടാനൊരു ചാൻസ് കിട്ടട്ടെ ഗൈസ്. യൂട്യൂബിൽ ഇത്രയും ക്ലാരിറ്റി കിട്ടണമെങ്കിൽ അതിനൊരു എഫേർട്ട് വേണ്ടേ ഗൈസ്. നിങ്ങൾ ആരും കാണുന്നില്ല ഗൈസ്, അതാണ് ഒരു കാര്യം.
ആരും സബ്സ്ക്രൈബും ചെയ്യുന്നില്ല, ലൈക്കും ചെയ്യുന്നില്ല. പ്ലീസ് ഗൈസ് ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുക ഗൈസ്. ഗൈസ് തുറക്കണമെങ്കിൽ മൗസ് വിരിച്ചിട്ട് നമ്മൾ പുറകിലോട്ടാക്കണം. കണ്ട ആ ഗൈസ്, ആ കൈപ്പത്തിയുടെ ഇത് ചിഹ്നം കണ്ടോ ഗൈസ്? അത് മുറുക്കി പിടിക്കുമ്പോൾ കണ്ട ഗൈസ്, മൗസ് ഇങ്ങനെ ഞെക്കി പിടിക്കുമ്പോൾ അത് മുറുകും. കൈ മുറുകിയിട്ട് അത് പൊക്കിയാണ്ടാണെന്ന് തോന്നുന്നു ഗൈസ് തുറക്കുന്നത്. ഗൈസ് ഇങ്ങനെ തന്നെയാണ് ഗൈസ്, പൊക്കിയാണ് തുറക്കുന്നത്. ഗൈസ് ആണ്ട് അപ്ലൈസ് ചെയ്യേണ്ട സ്ഥലം പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നേരെ നമുക്ക് അടയ്ക്കാം ഗൈസ്. അടച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഗെറ്റ് സം ഫുഡ് ഫ്രം ദി കിച്ചൺ. ഗൈസ് വീണ്ടും ലൈറ്റ്. ഗൈസ് എത്ര സൗണ്ട്, കൈവിട്ട സൗണ്ട് നമ്മൾ കേട്ടില്ലേ ഗൈസ്? വീട്ടിനകത്ത് ആരോ ഉണ്ട് ഗൈസ്. നമ്മൾ കയറിയ വഴിക്ക് വീട്ടിനകത്ത് ആരും കയറിയിട്ടുണ്ട് ഗൈസ്. എന്തോ സംഭവിച്ചിട്ടുണ്ട് ഗൈസ്. പുറവശത്തോടാണ് കയറിയത് ഗൈസ്. ചെക്ക് അപ്സ്റ്റേഴ്സ്. ഇതെപ്പോഴും ഉള്ളതാ. ഇതിനകത്ത് അണ്ടർഗ്രൗണ്ട് ഇല്ലാത്തതുകൊണ്ട് നല്ല നന്നായി. ഇനി സീരിയൽ അടിക്കാം ഗൈസ്. ഇത് മണ്ടയിൽ ചെക്ക് ചെയ്യാതെ സീരിയൽ അടിക്കാൻ പറ്റത്തില്ല ഗൈസ്. എനിക്ക് ആദ്യമേ തോന്നി ഇതാണ് കഴിക്കേണ്ടതെന്ന്. ഇനി മണ്ടയിലത്തെ 3 റൂം ചെക്ക് ചെയ്യണം. പേടിയാവുന്നു ഗൈസ്. ഈ സമയത്ത് ഈ BGM ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് കൈ കൊട്ടിയിട്ട് പെട്ടെന്ന് ലൈറ്റ് ഓഫ് ആയി ഗൈസ്. നിങ്ങൾ ശ്രദ്ധിച്ചാണല്ലോ ഗൈസ്, ഇപ്പൊ കാണിച്ചു തരാം. നിങ്ങൾ കണ്ട് കാണത്തില്ല ഗൈസ്, കാണിച്ചു തരാം ഗൈസ്. നിങ്ങൾ കണ്ട് കാണത്തില്ല. നമുക്ക് ആദ്യം സീരിയൽ എടുത്തുകൊണ്ട് മണ്ടയിലോട്ട് പോവാം. ഇതിൻ്റെ പേരാണ് സീരിയൽ. നിങ്ങൾക്കാരും ചിലവരുടെ അറിയായിരിക്കും. സീരിയൽ എന്നാണ് ഈ ഒരു ഫുഡിൻ്റെ പേര്. അപ്പോൾ നമുക്ക് സീരിയൽ എടുത്തുകൊണ്ട് പോവാം. കണ്ടോ ഗൈസ്, കൈ ഇറുക്കി പിടിക്കുന്നത്. കൈ വിട്ടാൽ അത് പോകും. അപ്പം മതിലൊക്കെ ഉരച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. പ്ലേസ് ചെയ്യേണ്ട സ്ഥലം കൊടുത്തിട്ടുണ്ട് ഗൈസ്. അടയ്ക്കാം. തൽക്കാലം ഇരുന്ന് കഴിക്കാം ഗൈസ്. റിമോട്ടുണ്ട് ഗൈസ്. ഗൈസ് ഉറങ്ങുന്നു ഗൈസ്. കണ്ടോ, കണ്ണ് മിന്നുന്നുണ്ടോ ഗൈസ്? നമ്മൾ ഉറങ്ങാൻ പോവാണ് ഗൈസ്. അതൊക്കെ നമ്മളങ്ങ് ഉറങ്ങാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഉറങ്ങിയതിന് ശേഷം എന്താണ് നോക്കാം ഗൈസ്. TV ഓൺ ആയിട്ടുണ്ട്. TV ഓണിൻ്റെ ഗൈസ് പറ്റില്ല. സിഗ്നൽ പോയ കണക്ക് അല്ലേ, TV സിഗ്നൽ പോയ കണക്ക് മിന്നുന്നുണ്ട്. ഡോറിൻ്റെ അവിടെ വാട്ട് ഗൈസ്, ഇതെന്താണ് ഗൈസ്? ഇതിവിടെ നിന്ന് അനങ്ങാനും പറ്റുന്നില്ല ഗൈസ്. നമുക്ക് നോക്കാം. എന്തെങ്കിലും ഈ ടൈമിൽ എന്തെങ്കിലും സംഭവിക്കുമായിരിക്കും. നോക്കട്ടെ ഗൈസ്. ഇവിടുന്ന് അനങ്ങാൻ പറ്റുന്ന എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ ഗൈസ്. ഇവിടുന്ന് നീങ്ങാൻ പറ്റുന്നുണ്ടല്ലോ ഗൈസ്. ഇവിടുന്ന് നമുക്ക് മറ്റേ W ആണെങ്കിൽ അനങ്ങാൻ പറ്റുന്നില്ല, എണീക്കാൻ പറ്റുന്നില്ല ഗൈസ്. നോക്കട്ടെ ഗൈസ്. ഗൈസ് നമ്മൾ ഒരുപാട് നേരത്തെ ഗുസ്തിക്ക് ശേഷം ഗൈസ് ഇപ്പോൾ അനങ്ങുന്നുണ്ട് ഗൈസ്. അപ്പം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് കുറച്ച് നേരം എടുക്കും ആ സാധനം എത്താൻ ഗൈസ്. നമ്മൾ കിടന്നുകൊണ്ട് വേണം ഡോർ തുറക്കാൻ. ഈ ടൈം നോക്കുവാണെങ്കിൽ ഗൈസ് അടിയിൽ ലൈറ്റ് കത്തുന്നുണ്ട്. അത് മാത്രമല്ല ഇവിടുത്തെ ഡോറും തുറന്നിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ കണ്ടോ ഗൈസ്, ഈ ഡോറിൻ്റെ മറവി ഗൈസ് ഇതൊക്കെ ഒരു ഗ്ലിച്ചായെന്നാണ് തോന്നുന്നത്. വേണ്ട ഗൈസ്, ഒരു കൈ കൊണ്ട് അത് തുറക്കുന്നതായിട്ട് നമുക്ക് കാണാം. വാട്ട് വാസ് ദാറ്റ്? ഫിഗർ ഔട്ട് വാട്ട് ഈസ് ഗോയിങ് ഓൺ ഗൈസ്. ഇനി നടക്കാൻ പോകുന്നത് സംഭവവിപുലമായ പല സംഭവങ്ങളുമാണ് ഗൈസ്. ഇനി നമുക്ക് 3 ഡോറ് തുറക്കാറുണ്ട് ഗൈസ്. അത് മാത്രമല്ല നമ്മൾ കാണാതെ 3 ഡോറ് തുറക്കണ്ടല്ലോ ഗൈസ്. താണ്ട മറ്റേ നമ്മളെ റോസ് ലൈറ്റ് അടിക്കുന്ന റൂം കണ്ടോ ഗൈസ്? അതാണ് നമുക്ക് തുറക്കാനുള്ളത്. കണ്ടോ ഗൈസ്?
എന്തോ വലിക്കുന്ന പോലൊക്കെ തോന്നുന്നു ഗൈസ്. നമുക്ക് ആ റൂമിലോട്ടാണ് കയറാനുള്ളത് ഗൈസ്. ഇനി നടക്കാൻ പോകുന്നത് നിങ്ങൾ കാണാനിരുന്ന ചില ഒരു ഹൊറർ അതാണ് ഗൈസ്. ഗൈസ് എന്തോ സൗണ്ട് കേട്ടല്ലോ ഗൈസ്. ഇവിടെ ഇരുട്ട് കിടക്കുന്നു. അവിടുത്തെ ലൈറ്റ് പോയി ഗൈസ്. ഗൈസ് ആരെ ചവിട്ടി തുറന്നു ഗൈസ്. ഗൈസ് ഓ മൈ ഗോഡ് ഗൈസ്, ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഗൈസ്. ആരും എത്തി നോക്കി ഗൈസ്. ഇപ്പോ ഈ റൂമിൽ ആരാ ഗൈസ്? ഒരു വലിയ ഡക്കല്ലേ ഗൈസ് ഇത്? ഗൈസ് കണ്ടു നടന്നു ഗൈസ്. കണ്ടോണ്ടിരിക്കും ഗൈസ്. അതാണ് വേഗം ഗൈസ്. ഗൈസ് ഗൈസ് ഡോറ് തുറക്കുന്നില്ല ഗൈസ്. പുറകിലിരിക്കുന്നു ഗൈസ്. ആ കൊള്ളാം ഗൈസ്. ഗൈസ് എസ്കേപ്പ് ഗൈസ്. ഗൈസ് അങ്ങനെ നമ്മൾ എസ്കേപ്പ് ആവണം ഗൈസ്. ഇതാണ് ഗൈസ്. വാട്ട് ദ ഹെൽ ഈസ് ദാറ്റ്? ഐ നീഡ് ടു ഗെറ്റ് ഫ്രം എവേ. ഓ ഗൈസ് നമ്മളങ്ങനെ എസ്കേപ്പ് ആവണം ഗൈസ്. നമ്മളെ പുറകെ ഉണ്ടോ ഗൈസ്? ഗൈസ് ക്ലാപ്പിൻ്റെ ആ പെട്ടി നമ്മൾ ആ റൂമിൽ കണ്ടായിരുന്നു. ആ ഗൈസ് എങ്ങനെ ഇരിക്കുകയാണ് ഗൈസ്? അയാളെ വീട്ടിൽ ചോര, അയാളെ കൊന്ന് ഒടുങ്ങി. എങ്ങനെയൊക്കെ ആയിരുന്നു? ക്ലാപ്പ് വയ്ക്കാം, മിസ്റ്റീരിയസ് കില്ലറിനെ പിടിക്കാം, അവസാനം അയാൾ ചേർത്ത്. അപ്പോൾ ഗൈസ് ഈ ഗെയിം പ്ലേ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് ഗൈസ്. ഇവിടെ വെച്ച് തീർന്നെന്നാണ് തോന്നുന്നത്. ലീവ് എന്ന് എഴുതിയിരിക്കുന്നു ഗൈസ് ഏറ്റവും മണ്ടയിൽ ഗൈസ്. റൈറ്റ് സൈഡല്ലേ ഗൈസ്? ഏറ്റവും മണ്ടയിൽ ലീവ്. അപ്പോൾ ഗൈസ് ക്ലാപ്പ് എന്ന ഗെയിം ഇവിടെ വെച്ച് അതിൻ്റെ പേരാണ്. ഐ കെപ്റ്റ് റണ്ണിങ് അണ്ടിൽ ദ റീച്ച് ദ നിയറസ്റ്റ് പോലീസ് സ്റ്റേഷൻ. അടുത്ത പോലീസ് സ്റ്റേഷനിൽ നമ്മൾ എത്തിയിട്ടുണ്ട് ഗൈസ്. വൈൽ ഇൻവെസ്റ്റിഗേഷൻ ദ അതോറിറ്റീസ് ഫൗണ്ട് മാർക്കോസ് ലൈഫ്ലെസ് ബോഡി ഇൻ ദ ഹൗസ്. ഗൈസ് നമ്മൾ കൊണ്ടൊരു ട്രാഷിൽ കൊണ്ടിട്ടില്ലേ ഗൈസ്? ഒരു ഉണ്ട പോലെ. അത് മാർക്കോടെ എല്ല് കഷ്ണമായിരുന്നു ഗൈസ്. അത് നമ്മളപ്പോഴും ചോദിച്ചില്ലേ അത് എന്തിൻ്റെ എല്ല് കഷ്ണമായിരുന്നു കിടന്നതെന്ന്. ഓ ഗൈസ് നെയ്ബർഹുഡ് സാവോ. സാവോ അതായത് നമ്മൾ കണ്ടില്ല അയാളെ ഗൈസ്. ആ മിഡിൽ കാണുന്ന ആ സാവോ എന്ന് പറയുന്ന ആളെ ഡിസപ്പിയർ അയാൾ കാണുന്നില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അയാളുടെ റിമൈൻസ് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നോട്ട് ഫൗണ്ട് ഔട്ട്. താങ്ക് യു ഫോർ പ്ലേയിങ് മൈ ഫസ്റ്റ് എവർ ഇൻഡി ഹൊറർ ഗെയിംസ്. അത് നമ്മളെ അതേ കണക്കാണ്. നമ്മളെ ഫസ്റ്റ് ഇന്ത്യൻ ഹൊറർ ഗെയിമാണ് ഇൻ ദ PC. I hope you enjoyed playing and much as I enjoyed making. I will be releasing more horror games in the Nightmare Files series. You can stay up to date on my YouTube channel Ray Castle Games or Twitter Ray Castle. Thanks Maxim. ഓ ഗൈസ് നമ്മൾ സോറി ഗൈസ്, നമ്മൾ താമസിച്ചിരുന്ന വീട് മാർക്കോയുടെ അല്ല മാക്സിമിൻ്റെ ആണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ തെറ്റിച്ച് പറഞ്ഞു ഗൈസ്. അതാണ് ഇതിനകത്ത് പറ്റിയ തെറ്റ്. മാക്സിമിൻ്റെ വീടായിരുന്നു. ഞാൻ മാർക്കോ നമ്മൾ കയറി വന്നപ്പോൾ മാർക്കോനല്ലേ ഗൈസ് കണ്ടത്. അപ്പോൾ ക്ലാപ്പിൻ്റെ നൈറ്റ്മെയർ ഫയൽസ് എന്ന ക്ലാപ്പ് എന്ന ഗെയിം ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇത് കണക്കത്തെ വീഡിയോ വേണ്ടി വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഈ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഗൈസ് ഉള്ളതെല്ലാം ചെയ്തേക്കാം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ പീസ് ഔട്ട്.